Hi friends, so we have a set of 12 sentences here, and what we have to do is we have to form WH questions from this. Okay, so we'll see one by one. If you want to get a detailed list of question words, then please refer my lecture number 20 in this series, because I have got more than say about 2000 videos on English for various topics and for various classes, MA to SSLC. So this series, there is എനിക്കും പഠിക്കണം ഇംഗ്ലീഷ് ഗ്രാമർ, ആ സീരീസിലുള്ള ഇരുപതാമത്തെ ലെക്ചർ ക്ലാസ്സിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ വേർഡ്സിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ when, why, where, who, whose, which, how long, how far. These are the WH question words. Okay, so let's begin like that. Question number 1, sentence number 1 is that she lives in China. First you have to find out the appropriate or അതായത് ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ചേരുന്നത് നോക്കുക. ഇവിടെ ഇപ്പം ഷീ ലീവ്സ് ഇൻ ചൈന എന്നല്ലേ, ഇപ്പം സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? പ്ലേസ്, സ്ഥലം, വേർ. ഇനി നമ്മൾ ആ പ്രോസസ്സ് എടുത്ത് നോക്കുമ്പോൾ ഷീ ലീവ്സ് ഇൻ ചൈന വിൽ ബിക്കം ഷീ ഡസ് ലിവ്, നോട്ട് ലീവ്സ്, ലിവ് ഇൻ ചൈന ആയി അല്ലേ. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡസ് ഷീ ലിവ് ഇൻ ചൈന. ചൈനയ്ക്ക് പകരം വേർ ഇടുക, ഇത് വേർ ആദ്യം കൊണ്ടുവരിക. അപ്പം വേർ ഡസ് ഷീ ലിവ് ക്വസ്റ്റ്യൻ മാർക്ക്, അത്രയേ ഉള്ളൂ. ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്യണമെന്നില്ല. നിങ്ങൾ കുറച്ച് എക്സ്പേർട്ടായി കഴിയുമ്പം ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കി, ദേ ഗോ ടു ജിം ഇൻ ദ മോർണിംഗ്. ഇപ്പം ഏതായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ്? സമയം. സമയത്തിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? വെൻ അല്ലേ. എന്നിട്ട് ദേ ഗോ ടു ജിം എന്നുള്ളതിന് they do go to gym. Do they go to gym? When do they go to gym? Question mark. So it is simple. And the third one, മൂന്നാമത്തെ നോക്കി, we make our breakfast with eggs. അപ്പം എങ്ങനെയാണുള്ളത്, എങ്ങനെയാണെന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്നാ? ഹൗ. അപ്പം we do make your breakfast with eggs. Do you, if we വരുമ്പം ചോദ്യം ചോദിക്കുമ്പോൾ യു അല്ലേ. അപ്പം do you make your breakfast with eggs എന്ന് പറയുന്നത് ഹൗ, എങ്ങനെ. അപ്പം ഹൗ ആദ്യം കൊണ്ടുവരുമ്പം ഹൗ ഡു യു മേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഫസ്റ്റ് പേഴ്സൺ ഐ ഓർ വി, ഐയോ വിയോ, ഐ വി സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യു ആവും. അത് നമുക്കറിയാം, തന്നെ നമ്മൾ ചോദിക്കല്ലോ. നാലാമത്തെ സെൻറ്റൻസ് ഏതാണ്? ഫോർത്ത് സെൻറ്റൻസ് വി സോറി അവർ ക്ലാസ് അല്ലേ, അവർ ക്ലാസ് എന്നല്ലേ, അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 AM എന്നല്ലേ, അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9:04. അപ്പം അവിടെ സമയമാണ്. ക്വസ്റ്റ്യൻ എന്നായിരിക്കും? അവർ ക്ലാസ് സ്റ്റാർട്ട്സ്. അപ്പം അവർ ക്ലാസ് ഡസ് സ്റ്റാർട്ട് 9 PM. ഡസ് കഴിഞ്ഞാൽ പിന്നെ എസ് ഇല്ല, ഇപ്പുറത്ത് എസ് ഇങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് ഡസ് യുവർ ക്ലാസ് സ്റ്റാർട്ട് വെൻ ഡസ് യുവർ ക്ലാസ് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ. വെൻ ഡസ് യുവർ സ്റ്റാർട്ട് ക്ലാസ്. അഞ്ചാമത്തെ നാലാമത്തെ അതല്ലല്ലോ. നാലാമത്തെ വി ബൈ അവർ പ്രൊവിഷൻസ്. നമ്മൾ സാധനങ്ങൾ, നമ്മുടെ കടയിലെ സാധനങ്ങളൊക്കെ ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്, അതല്ലേ നാലാമത്തെ. അതെ, വി ബൈ അവർ പ്രൊവിഷൻസ് ഫ്രം സൂപ്പർ മാർക്കറ്റ്സ്. അപ്പം ഇപ്പം എവിടെ എന്നുള്ളതാണ്. വേർ ഡു യു ബൈ യുവർ പ്രൊവിഷൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. പല പ്രാവശ്യം നമ്മളെല്ലാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ. ആറാമത്തെ ഷീ ഗെറ്റ്സ് ടു സ്കൂൾ ബൈ ബസ്. എങ്ങനെയെന്നുള്ളതാണ് അല്ലേ. ഹൗ ഡസ് ഷീ ഗെറ്റ് ടു സ്കൂൾ. How does she get to school?
ഇതാണ്. ഇനി ഏഴാമത്തെ, മൈ മദർ വർക്ക്സ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അവിടെ അഗെയിൻ നമ്മൾ നോക്കുന്ന സ്ഥലമാണ്. അപ്പം വേർ ഡസ് യുവർ മദർ വർക്ക്? വേർ ഡസ് യുവർ മദർ വർക്ക്? മൈ മദർ ഡസ് വർക്ക്. ഡസ് യുവർ മദർ വർക്ക്? വേർ ഡസ് യുവർ മദർ വർക്ക്? അങ്ങനെയല്ലേ? അല്ലേ? 8. ഏഴാമത്തെ, ഹി ടേക്സ് ദാറ്റ് വേ ഹോം. ആ വഴിയിൽ കൂടെയാണ് വീട്ടിൽ പോകുന്നതാണ്. ഹി ടേക്സ് ദാറ്റ് വേ ഹോം. എട്ടാമത്തെ ഹി ടേക്സ് ദാറ്റ് വേ ഹോം. അപ്പം ആ വഴി എന്നുള്ള, അപ്പം ക്വസ്റ്റ്യൻ വേർഡ് ഏത് വഴി എന്ന് പറയുന്നത്, ഏതെന്നുള്ള വിച്ച് വേ ഡസ് ഹി ടേക്സ് അല്ലേ? ഡസ് ഹി ടേക്ക് ഹോം? വിച്ച് വേ ഡസ് ഹി ടേക്സ് അല്ല, ഡസ് വന്നാൽ പിന്നെ എസ് ഇല്ലല്ലോ. ടേക്ക് ഹോം മീൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. പിന്നെ അടുത്തത് നമ്മൾ 9ാമത്തെ, ദ പ്രോഗ്രാം ലാസ്റ്റ് ഫോർ 5 hours. അപ്പോൾ എന്തുമാത്രം സമയം എന്നുള്ളതാണ് നമുക്ക് ചോദിക്കുന്നത്. അതിനുള്ള ക്വസ്റ്റ്യൻ വേർഡാണ് ഹൗ ലോങ്. ഹൗ ലോങ് ഡസ് ദ പ്രോഗ്രാം ലാസ്റ്റ്? ഹൗ ലോങ് ഡസ് ദ പ്രോഗ്രാം ലാസ്റ്റ്? അതെങ്ങനെയാണ്? ദ പ്രോഗ്രാം ലാസ്റ്റ് എന്നുള്ളത് ദ പ്രോഗ്രാം ഡസ് ലാസ്റ്റ് എന്നായി, ഡസ് ദ പ്രോഗ്രാം ലാസ്റ്റ് എന്നാവും, പിന്നെ ഹൗ ലോങ് ഇത്. അപ്പോൾ അതായി 10. 10ാമത്തല്ലേ അത്. ഐ ലൈക്ക് വെജ് ഹോട്ടൽസ്. അവിടെ എന്താണ്? ഏതെന്നുള്ളതാണ്. ശരിയല്ലേ? ഐ ലൈക്ക് വെജ് ഹോട്ടൽസ്. അത് രണ്ടു തരത്തിൽ ചോദിക്കാം. വാട്ട് കൈൻഡ് ഓഫ് ഹോട്ടൽസ് ഡു യു ലൈക്ക്? അല്ലെങ്കിൽ വിച്ച് ഹോട്ടൽ ഡു യു ലൈക്ക്? വിച്ച് ഹോട്ടൽ ഡു യു ലൈക്ക്? ഐ ഒന്ന് യു ആവും അല്ലേ? 11ാമത്തെ, ഹി ഗോസ് ടു ദ തിയേറ്റർ വൺസ് എ വീക്ക്. ഇപ്പോൾ ഹി ഗോസ് ടു ദ തിയേറ്റർ വൺസ് എ വീക്ക് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എന്നുള്ളതാണ്. എത്ര പ്രാവശ്യം എന്നുള്ളതിന് ഇംഗ്ലീഷ് ഹൗ ഓഫൺ എന്നുള്ള ക്വസ്റ്റ്യൻ വേണം. ഹൗ ഓഫൺ ഡസ് ഹി ഗോ ടു തിയേറ്റർ? ഹൗ ഓഫൺ ഡസ് ഹി ഗോ ടു തിയേറ്റർ? അതെങ്ങനെ? ഹി ഗോസ് ടു തിയേറ്റർ വൺസ് എ വീക്ക് എന്നുള്ളത് ഹി ഡസ് ഗോ എന്നാവും. ഇപ്പം ഡസ് ഹി ഗോ എന്നായി അല്ലേ? തന്നെ ഹൗ ഓഫൺ ഡസ് ഹി ഗോ തിരിച്ചിരുന്നു. ഓക്കെ. 12ാമത്തെ ആൻഡ് ലാസ്റ്റ് വൺ ഫോർ യു ടുഡേ. I can run 5 miles from here to some place. ഇപ്പം ദൂരമാണ്. ദൂരത്തിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ഫാർ. ഹൗ ഫാർ എത്ര ദൂരം, എത്ര അകലം എന്നുള്ള, എത്ര ദൂരം. ഹൗ ഫാർ ക്യാൻ യു റൺ? അല്ലേ? ഐ ക്യാൻ റൺ എന്നുള്ളത് ക്യാൻ യു റൺ ആവും. അപ്പം ഹൗ ഫാർ ക്യാൻ യു റൺ ഫ്രം ഹിയർ? അവിടെ ക്യാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഐ ക്യാൻ റൺ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആകുമ്പം ക്യാൻ യു റൺ ആവും. ക്യാൻ യു റൺ എന്നുള്ളതിന് ഹൗ ഫാർ ക്യാൻ യു റൺ എന്നാവും. അതൊരു ക്വസ്റ്റ്യനായിട്ട് മാറി അല്ലേ? ഇപ്പം ഇങ്ങനെ അവിടെ എസ് പ്രോബ്ലം ഒന്നും വരുന്നില്ല. കാരണം ആ വെർബിനകത്ത് ക്യാൻ എസ് ഇല്ല. അത് ക്യാൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വെർബാണ്. അതിന് എസ് ഇല്ലാത്ത വെർബാണ്. അല്ല തന്നെ അയക്കാൻ എന്നുള്ളതല്ലേ. അതുകൊണ്ട് അതൊരു പ്രശ്നമാക്കേണ്ട. വെർബിൻ്റെയും സബ്ജക്റ്റും മാറി എഴുതുക. എന്നിട്ട് ഹൗ ഫാർ എന്ന് എഴുതുക. അതിന് ഹൗ ഫാർ ക്യാൻ യു റൺ ഫ്രം ഹിയർ? The answer will be I can run from here 5 miles from here. That will be the answer. മനസ്സിലായി? അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 5 AM. ഇപ്പോൾ നമ്മൾ അവിടുത്തെ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? സമയമാണ്.
ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് 5 AM അങ്ങനെയാണെന്ന് ഇരിക്കുന്നത്. അപ്പം ഹി ഡസ് ഗെറ്റ് അപ്പ്, ഡസ് ഹി ഗെറ്റ് അപ്പ്, വെൻ ഡസ് ഹി ഗെറ്റ് അപ്പ്, അത്രേ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ഹി ഈറ്റ്സ് അല്ലെങ്കിൽ ദേ ഈറ്റ്, അവർ ഭക്ഷിക്കുന്നുള്ളതാണ്. ദേ ഈറ്റ് റൈസ് അറ്റ് നൂൺ, ദേ ഈറ്റ് റൈസ്. ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ പേരിനും അവിടെ ഉത്തരവുണ്ടാവും, നമുക്ക് എഴുതാൻ പറ്റും. ഒന്നത് വാട്ട് അല്ലെങ്കിൽ വെൻ. വെൻ ഡു ദേ ഈറ്റ് റൈസ്? അറ്റ് നൂൺ. വാട്ട് ഡു ദേ ഈറ്റ്? ദേ ഈറ്റ് റൈസ്. വാട്ട് ഡു ദേ ഈറ്റ് അറ്റ് നൂൺ? ദേ ഈറ്റ് റൈസ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ ഈ കണ്ടിട്ട് പേടിക്കരുത്. ആദ്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട സമയത്ത് ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഡു ഇൻസർട്ട് ചെയ്യുക. ഡു ഇൻസർട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വെർബിൻ്റെ അവസാനം എസ് ഉണ്ടെങ്കിൽ ആ എസ് എടുത്ത് ഡൂവിൻ്റെ കൂടെ ചേർക്കണം, എന്നാൽ അത് ഡസ്സാവും. പിന്നീട് അവിടെ ഒരു എസ് ഇല്ല. മനസ്സിലായി? അതായത് സാധാരണ വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഹി ഗെറ്റ്സ് ടു സ്കൂൾ ബൈ ബസ്. ഇപ്പോൾ നമ്മൾ ഹൗ ഡസ് ഹി ഗെറ്റ്സ് പിന്നെ പറയും. ഹൗ ഡസ് ഹി ഗെറ്റ്സ് അത് തെറ്റാണ്. കാരണം ഓൾറെഡി ഒരു എസ് ഉണ്ട്, ആ എസ് എടുത്ത് നമ്മൾ ഡൂവിൻ്റെ കൂടെ ചേർത്ത് കഴിയും. ഇതാണ് സാധാരണയായിട്ട് ഈ ടെൻസിൽ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്, ഈ ടെൻസ് ഫോമിനകത്തുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്. അത് വരാതിരിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. വെർബിൻ്റെ അവസാനം എസ് ഉണ്ടെങ്കിൽ ആ എസ് എടുത്ത് ഡൂവിൽ ചേർക്കുക, എന്നാലും അത് ഡസ് ആവും. പിന്നെ ആ വെർബിൻ്റെ അവസാനം ഒരു എസ് ഇല്ല. ഇത്ര ഓർക്കണം. അത് വളരെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം ഒത്തിരി തെറ്റുകൾ ഇത് സംബന്ധമായ കാര്യത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്ന ഒരു ഗ്രാമർ പുസ്തകം, അതിനകത്ത് നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുക, കുറേ സെൻറ്റൻസസ് എടുക്കുക, അതിനകത്ത് WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ അതിന് ഉത്തരം തരാം. ഇനി നമ്മൾ കാണുന്ന നമ്പർ. ബൈ.